ട്രോമ ബോണ്ടിങ് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഈ ട്രോമ ബോണ്ടിങ് എന്നുള്ള കാര്യം കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുണ്ട്. കുറെ കൂടെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളായിട്ട് ഒരാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളായിട്ട് ഒരേ വേവ് ലെങ്ത് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യുക, ഇഷ്ടപ്പെടുന്നൊക്കെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണക്റ്റഡ് ആവും അല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നമുക്ക് അവരെ. അപ്പോൾ നമുക്ക് അവരെ വിട്ടുപിരിയാൻ പറ്റാത്ത സ്നേഹത്തിലായിരിക്കും, നമ്മൾ വിട്ടുപിരിഞ്ഞ് പോവില്ല അവരുടെ അടുത്ത്, അങ്ങനെയായിരിക്കും. പക്ഷെ ചില സമയത്ത് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് അറിയാമായിട്ടും നമുക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, അവരെ വിട്ടിട്ട് വരാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന വേർഡ് വരുന്നത്. നമ്മൾ അത്രത്തോളം അൺഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അവരെ അത്രത്തോളം ടോർച്ചർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ വിട്ടു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും നടക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിനി ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിക്കോട്ടെ, ദാമ്പത്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പിലും ഇത്തരത്തിലുള്ള ട്രോമ ബോണ്ടിങ് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് കൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ട്രോമ ബോണ്ടിങ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് കേട്ടോ. റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ കൂടാണ്ട് തന്നെ ഫാമിലിയിൽ നമ്മളിത് കണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ വർക്ക് സ്പേസിലുള്ള ബന്ധങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട്, മറ്റ് റിലേഷൻഷിപ്പുകളിലെല്ലാം ഇത്തരത്തിലുള്ള ട്രോമ ബോണ്ടിങ് കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ട്രോമയിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുപോരണം എന്നുള്ളതൊക്കെ, പക്ഷെ നമുക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ടോക്സിക് ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, അവരുമായിട്ടാണ് ഓവർ അറ്റാച്ച്ഡ് ആവുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ലവ്, ഒരു കെയർ, ഒരു ഏറ്റവും കൂടുതൽ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ നമ്മുടെ അടുത്ത് ആ ഒരു കെയറിന് വേണ്ടിയിട്ടും ഇഷ്ടത്തിന് വേണ്ടിയിട്ടും അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ കൂടെ നിന്ന് അവരുടെ അടുത്ത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമ്മൾ അത്രത്തോളം നമ്മൾ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഫസ്റ്റ് ഒന്നും നമുക്കിത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ എന്താ വിചാരിക്കുക, നമ്മുടെ അടുത്തുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടൊക്കെ അല്ലേ, അവരാ കെയർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ, നമ്മളായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ വിട്ടു പോകും. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു ട്രോമ ബോണ്ടിങ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യമേ മനസ്സിലാവാത്തത് ഇത്ര കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ മേ ബി ആഴ്ചകളെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും ചില സമയത്ത് നമുക്കിതൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരാളുടെ കീഴിലാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളെ വല്ലാണ്ട് അടിച്ചമർത്തപ്പെടുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ഇങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ പിന്നാലെ നടക്കണം, എപ്പോഴും അവരെ കൺമുന്നിൽ വേണം, അവർ എപ്പോഴും നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത കുറച്ച് ആൾക്കാരൊക്കെ ആണെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ് ഈ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. ട്രോമയിലേക്കാണ് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വേർപിരിഞ്ഞ് വരേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലായി പോകും. നമ്മൾ വല്ലാണ്ട് ക്ഷമിക്കും. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിട്ടുവരാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ വിഷയം അതാണ്. നമ്മൾ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമ്മളിങ്ങനെ ഹുക്കിട്ട പോലെ ആയിരിക്കും ആ വ്യക്തിയായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ഇതെല്ലാം നമുക്കറിയും, നമ്മൾ അബ്യൂസ് ചെയ്യുകയാണെന്നൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ ക്ഷമിച്ച് അവരുടെ കൂടെ അങ്ങനെ ഇരുന്ന് പോകും. ഒരു നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് നമുക്ക്. ഹെൽപ്ലെസ് ആയിട്ട്, ഒരു പ്രതീക്ഷയും ഇല്ലാണ്ട് ഹോപ്പ്ലെസ് ആയിട്ടും ഹെൽപ്ലെസ് ആയിട്ടും ഇരിക്കുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിലേക്കൊക്കെ എത്താൻ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ മതിയാവും. നമുക്ക് പോകെ ഡിപ്രഷനോ അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കായിരിക്കും ഇത് പോവാ. നമുക്ക് മെൻ്റലി കുറേ ഇൽനെസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പതുക്കെ ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. പക്ഷെ ആ മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോമ ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധേനയും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. നമ്മളതിൽ പെട്ടുപോകും. ഇത്തരത്തിലുള്ള ട്രോമ ബോണ്ടിങ്ങിന് നമ്മൾ ഇരയാകാൻ കാരണമാകുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആദ്യമേ അത് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ടോക്സിക് ബിഹേവിയറുള്ള വ്യക്തിയെ നിങ്ങൾ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അംഗീകരിക്കുന്നുണ്ട്, മറ്റെവിടെയും കിട്ടാത്ത ഒരു അംഗീകാരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ആ വ്യക്തി കൂടുതൽ അറ്റാച്ച്ഡ് ആവാനുള്ള ഒരു റീസൺ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ സപ്പോർട്ട് വളരെ കുറവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അത് സോഷ്യൽ സപ്പോർട്ടൊന്നും കിട്ടാണ്ടാവുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തേക്ക് ചായ്വ് വരത്തുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. സാമ്പത്തികപരമായിട്ട് വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആ വ്യക്തി ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. നിങ്ങൾ അത്രത്തോളം സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടു പോകാനേ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. മെൻ്റൽ ഹെൽത്ത് വളരെയധികം വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പ്രശ്നമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ അല്ലെങ്കിൽ കുട്ടിക്കാലങ്ങളിലൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അബ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ മറ്റ് ട്രോമകളോ ഒക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും പ്രശ്നമായിട്ട് മാറും. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു 5 റീസണാണ് ഈ ട്രോമയിലേക്ക് ചെന്നുപെടാൻ ഇടയാകാനുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ട്രോമ ബോണ്ടിങ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഗ്രോ ചെയ്യുന്ന നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരാൾക്കും വേണ്ടിയിട്ട് ഒന്നിനും വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അവിടെ വർക്ക് ആവില്ല, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ വർക്ക് ആവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഒത്തിരി നിങ്ങളെ ബാധിക്കുന്നതായിരിക്കും. അത് വല്ലാത്തൊരു ഇൽനെസ്സിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്, ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പെരുമാറാനുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാണ്ട് പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ്, നമ്മൾ ഹെൽപ്ലെസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ലൈഫിൽ നമ്മൾ സ്റ്റക്ക് ആവും, യാതൊരുവിധ പ്രതീക്ഷയും നമുക്ക് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോമ ബോണ്ടിങ്ങിനൊന്നും പോയി പെടാണ്ടിരിക്കുക. ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊന്നും പോയിട്ട് അധികം കണക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യാണ്ടിരിക്കുക ലൈഫിൽ. അതാണ് നിങ്ങൾക്ക് ബെറ്റർ.